ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരുപാട് സന്തോഷവതിയാണ്. എന്തുകൊണ്ടാണ് സന്തോഷവതി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും പതിവിലും വേറെ നല്ല സാരി ഉടുത്തിട്ടുണ്ട്, ജ്വല്ലറി ഇട്ടിട്ടുണ്ട്, ഹെയർ എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. യെസ്, ടുഡേ ഐ ആം വെരി ബ്യൂട്ടിഫുൾ, ഐ ആം സോ കംഫർട്ടബിൾ ആൻഡ് സോ പ്രൗഡ്. ബിക്കോസ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഹാർട്ട്ലി സിസ്റ്റർ ജാൻമണിയായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജാൻമണിനെ ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഹായ് See, I'm waiting for Sridevi ma'am. Oh, hi Deepika. She's calling me Deepika. I'm calling her Sridevi. Okay. Helpful Sridevi. Yes, you are right, Sridevi. It's a Kerala Sridevi. Yes. Okay. ഹായ്, ജാനുവിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ചറിയാനാണ് ഞാൻ ഇന്ന് വിളിച്ചിരിക്കുന്നത്. ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ഇങ്ങനെ മാസത്തിൽ 1-2 പ്രാവശ്യം ഇവിടെ വരും, ഇവിടെ നിൽക്കും. 1 ദിവസം 2 ദിവസമൊക്കെ ഇവിടെ നിന്നിട്ട് പോകുള്ളൂ. അപ്പം ഇവിടെ ആസാമിൽ നിന്ന് ഇവിടെ വന്നിട്ട് 12 വർഷമായി. കറക്റ്റ് 12 വർഷമായി. ദെൻ എന്താണ് ആസാമും കേരളവും തമ്മിലുള്ള ഡിഫറൻസ്? കേരളത്തില് രഞ്ജു ഇല്ലല്ലോ, അസമിലെ രഞ്ജു ഇല്ലല്ലോ. അതാണ് എന്റെ വലിയ ഡിഫറൻസ്. കാരണം കുറെ ഫ്രണ്ട്സ് ഉണ്ടോ, പക്ഷെ എന്റെ ഈ സ്വീറ്റ് സിസ്റ്റർ അവിടെ ഇല്ല. പിന്നെ എത്ര ഡിഫറൻസ് എനിക്ക് ഇവിടെ വെച്ചിട്ട് മാച്യൂർഡായി ഇന്ത്യ. പിന്നെ എനിക്ക് അതിന് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടോ. അസമിൽ ഇപ്പൊ ഇത് പോണ ഇഷ്ടമില്ല എനിക്ക്. ജാനു പറയുന്നത്, ജാനുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ജാനുവിനെ ഇവിടെ വിട്ടെങ്ങും കൊണ്ടുപോകരുത്. അത്രത്തോളം ജാനു കേരളത്തെ ഇഷ്ടപ്പെടുന്നു, കേരളത്തെ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ ജാനുവിന് ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നു ഇവിടെ വരുന്ന സമയത്തില്ലേ. ദെൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജാനു അതെല്ലാം എങ്ങനെയാണ് ഓവർകം ചെയ്തത്? എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഭയങ്കര ലാക്കിയാണ്. കാരണം നിങ്ങൾക്ക് കിട്ടിയല്ലേ ചെയ്യാൻ പറ്റില്ല. ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ മേക്കപ്പ് ടീം തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ശരിക്കും ഓവർകം പറഞ്ഞില്ല, നിങ്ങളുണ്ടല്ലേ. ഒബ്വിയസ്ലി ഞാനുണ്ട്, അതല്ല. എന്നാലും പക്ഷെ ഈ ഓവർകമ്മില് എനിക്ക് ഒരു കാര്യം മാത്രം ഞാൻ പഠിച്ചു. എനിക്ക് നന്നായിട്ട് കുറച്ച് ഫ്രണ്ട്സ് കിട്ടി. ഫ്രണ്ട്സ് അല്ല, രഞ്ജുക്ക് ഞാൻ ഫ്രണ്ട്സ് പാടില്ല. ഒരു എന്റെ സിസ്റ്റർ. സോ എനിക്ക് ഒരു സിസ്റ്റർ കിട്ടി. പിന്നെ ദാലു ഉണ്ടായിട്ടുണ്ട്, ഹാന ഉണ്ടായിട്ടുണ്ട്, പിന്നെ അനിൽകുമാർ സാറ്, പിന്നെ കാവ്യ എനിക്ക് കുറെ സപ്പോർട്ട് ചെയ്ത ആ ടൈമില്. സോ എനിക്ക് കുറെ ആർട്ടിസ്റ്റുമാരെ കിട്ടി. പിന്നെ എവറി ചൈന ഉണ്ടായി. സോ എനിക്ക് ആ ടൈമിൽ എനിക്ക് മനസ്സിലായിട്ട് ആരാണ് അത്ര നല്ല. പക്ഷെ എല്ലാ സൈഡിലെ നല്ല ആൾക്കാരും ഉണ്ടെങ്കിൽ ചീത്ത ആൾക്കാരും ഉണ്ടാവും. ചീത്ത മാത്രം കേരളത്തിൽ മാത്രമല്ല, അസമിലും ഉണ്ടോ. അസമിലെ കൂടുതൽ ചീത്ത ഉണ്ടോ മേ ബി, നമുക്ക് അറിയില്ലല്ലോ. 10 പിടിച്ചമായ വിധിയല്ലേ. ആസാമിന്റെ കാര്യം പറയുമ്പോ തന്നെ ജാനുവിന് ദേഷ്യം. ആസാം ഇവിടെ എപ്പോഴും പറയുന്നത് ഞാൻ ആസാമുകാരി, ഇവിടെ കേരളക്കാരി എന്നാണ് എല്ലായിടത്തും പറയുന്നത്. പിന്നെ ഒരു വലിയൊരു കാര്യമുണ്ട്, ഞങ്ങൾ തമ്മില് പലപ്പോഴും പലർക്കും തെറ്റിപ്പോകും. ചില ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഹായ് ജാനു, സുഖമാണോ എന്ന് ചോദിക്കും. ഞാൻ ജാനു അല്ല, ഞാൻ രഞ്ജുവാണ്. അതുപോലെ എപ്പോഴും രഞ്ജു പോയിട്ട് രഞ്ജു ഒരു ടൈം പോയി സാരി എടുക്കുന്ന വേണ്ടി രഞ്ജു എനിക്ക് വിളിച്ച്. പക്ഷെ ഞാൻ പറഞ്ഞ മോലെ ഞാൻ പോയില്ല. പിന്നെ പിറ്റേ ദിവസം ഞാൻ പോയിട്ട് ഞാൻ സാരി നോക്കിട്ട് ഒരു ചേച്ചി പറഞ്ഞതുപോലെ, എന്തൊക്കെ രഞ്ജുമ ഇന്നലെ ഒരു സാരി വാങ്ങിച്ചല്ലേ, എപ്പോഴും സാരി വരുന്നത്, അത് ഇഷ്ടമായിട്ടില്ല. ഞാൻ പറഞ്ഞ ഞാൻ രഞ്ജു അല്ല, ജാനുവാണ്. അയ്യോ തെറ്റിപ്പോയി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളില് സംഭവിച്ചു. നോക്കും ഞങ്ങൾ ഒരുപോലെ ഇരിക്കുവാണോ? അല്ല അല്ലേ, ചെറിയ ചെറിയ സിമിലാരിറ്റികളുണ്ട് ഞങ്ങൾ തമ്മിൽ. അത് ക്യാരക്ടർ വൈസ് ആണ് 90%. അതെ, 90%. ബട്ട് ഇവളും ഞാനും തമ്മിലുള്ള ഒരു സാമ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾക്ക് ഫസ്റ്റ് ചോയ്സ് മേക്കപ്പ്, സെക്കൻഡ് ചോയ്സ് ഡാൻസ്, തേർഡ് ചോയ്സ് മ്യൂസിക്. എനിക്ക് ഫസ്റ്റ് ചോയ്സ് മേക്കപ്പ്, സെക്കൻഡ് ചോയ്സ് മ്യൂസിക്, തേർഡ് ചോയ്സ് ഡാൻസ്. അപ്പൊ ഞങ്ങളുടെ ഇഷ്ടങ്ങള് ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ
പക്ഷെ എനിക്ക് ഒരു വേറെ ചോയ്സ് ഉണ്ടോ, എനിക്ക് ഞാൻ ഗോൾഡ് ജ്വല്ലറി ഭയങ്കര ഗോൾഡ് ഭ്രാന്തിയാണ്. ഗോൾഡിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കയ്യില്. പിന്നെ പറ ജാനുവിന് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ് ആരാണ്? നമ്മളിപ്പം സെയിം ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മൾ സെയിം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ചില ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. നമ്മുടെ ഇഷ്ടങ്ങള് അവരുടെ ഇഷ്ടങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും, നമ്മുടെ ഇഷ്ടങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടും, ഇല്ലേ? അപ്പം ഇപ്പൊ ലിപ്സ്റ്റിക് ആണെങ്കിലും ഐ മേക്കപ്പ് ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നത് സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് ഇഷ്ടങ്ങൾ തോന്നുന്നത് ഇപ്പൊ രണ്ടിന്റെ സെയിം ആണ്. കാരണം എനിക്ക് ഇപ്പൊ ഫ്രീ ആയിട്ട് ഇതിലെ ഭയങ്കര കംഫർട്ടബിൾ, ഞാൻ അങ്ങനെ കംഫർട്ടബിൾ. പിന്നെ എനിക്ക് മഞ്ജു ചേച്ചി, രജിൻ ചേച്ചി, പൂർണിമ ചേച്ചി ഉണ്ടെങ്കിൽ, പിന്നെ എന്താ പറയുന്നത് റിമി ചേച്ചി ഉണ്ടെങ്കിൽ, സോ ഈ എല്ലാം കൂടെ നമ്മള് വർക്ക് ചെയ്യും. സോ നമുക്ക് ആ എക്സ്പീരിയൻസ് നമുക്ക് അറിയും. പക്ഷെ ഈ പുതിയ ഹീറോയിൻസ് ഒരു 2-3 ഉണ്ടോ പുതിയ പടത്തിൽ എക്ദം ന്യൂ. സോ ഈ പുതിയ ഹീറോയിൻസ് പറഞ്ഞാൽ നമ്മള് പണ്ട് കണ്ടിട്ടില്ലേ, കുട്ടികളെ പറയുമല്ലേ, ലൈക്ക് ഹൗ മാം വിളിക്കും. പക്ഷെ പെട്ടെന്ന് വന്നിട്ട് ഒരു വേറെ ആറ്റിറ്റ്യൂഡ് ലെവലിലായിരിക്കും, ഒരു റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കും. എനിക്ക് ഇങ്ങനെ മാത്രം വേണം. പിന്നെ 10 ആൾക്കാരുടെ കൂടെ ചിരിച്ച് കളിച്ച ഒരു പ്രൊഫഷണലിസം കുറച്ചു കമ്മിയാണ്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റ് പാടില്ല രഞ്ജു കാര്യം നമ്മളുടെ അല്ല മിയ ഉണ്ടെങ്കിൽ അത്ര സ്വീറ്റ് അപ്പണ്ണ നായർ, അപ്പണ്ണ വല്ലമുരളി. സോ ഈ കുട്ടികൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 കുട്ടികളുണ്ടോ, അത് ചിലപ്പോ നമുക്ക് ഫ്രസ്ട്രേഷൻ ആവും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ജാനുവും സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇതുവരെ ഒരു കോമ്പറ്റീഷൻ മൈൻഡോട് കൂടി ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് സംസാരിക്കുകയോ മേക്കപ്പിന്റെ കാര്യത്തെ പറ്റി ഒരു ക്ലാഷ് വരികയോ, എനിക്കിപ്പോ പറ്റാത്തൊരു വർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജാനുവിനെ വിളിക്കും, ഐ ആം സോ ഹാപ്പി. അതുപോലെ ജാനുവിന് പറ്റാത്തൊരു വർക്കാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും. ചിലപ്പോൾ ജാനുവിന്റെ ഡേറ്റും എന്റെ ഡേറ്റും ചെയ്യും. അപ്പൊ ചില ആർട്ടിസ്റ്റുകളുടെ ഒരു സ്വഭാവമായിരിക്കും അവർ പെട്ടെന്ന് സിനിമയിലേക്ക് വരുന്നു. കാരണം ഇപ്പൊ ഒരു പുതിയ ആർട്ടിസ്റ്റ് ഞാൻ പേരെ പറയില്ല, കാരണം അത് പേരെ ആൾക്കാർക്ക് കേട്ടില്ല മോശം. പക്ഷെ രഞ്ജു നോ ഹൂ ഇസ് ഇറ്റ്. Suddenly, because she is working with Avinash, you know, whatever it is, our friend, and anyways, it's makeup artist. Yes. You have to, whatever you are, you have to respect as a makeup artist, because that person only touching your face and making you beautiful. Yes. So suddenly, one beautician ചേച്ചി ഞാൻ ആസിസിലോ കുറ്റമല്ല, അത് പക്ഷെ അവിനാശിലോ കുറ്റമല്ല, ഫോട്ടോഗ്രാഫർ ഇല്ല. സഡൻലി one calendar shoot, suddenly one new artist that is start from my and your hand. You know, starting how you are putting hand like this posing. So that person is saying, oh ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും കമ്മിയില്ലല്ലോ, ഞാൻ വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിക്കാം. വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ട് ഒരേ പറഞ്ഞിട്ട് ചേച്ചി വിളിച്ച്, അത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ഇൻസൾട്ട് അല്ലേ. സോ അതാണ് ഞാൻ പറഞ്ഞത്, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ഒരു ഗ്ലാമറിന്റെ ലോകത്തേക്ക് വരുന്ന ചെറിയ കുട്ടികൾ, പുതിയ ആർട്ടിസ്റ്റുകളുള്ള ഒരു റിക്വസ്റ്റ് ആണ്. നമ്മൾ 10-25 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ്. അപ്പം ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് തീരുന്നതല്ല. നമ്മളെല്ലാം ഹ്യൂമൻസ് ആണ്, മനുഷ്യരാണ്. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു കൊടുക്കൽ വാങ്ങലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഫീൽഡിൽ നിൽക്കുകയുള്ളൂ. 1-2 സിനിമകൾ ചെയ്ത് പോകുന്നവരുണ്ട്, ജീവിതകാലം മുഴുവൻ ഇവിടെ സിനിമ തന്നെ ചെയ്ത് ജീവിച്ചവരുമുണ്ട്. എന്നാൽ പോലും ഈ ഒരു ലോകം എന്ന് പറയുന്നത് എന്നും ഒരു ശാശ്വതമായിട്ട് നിങ്ങൾ കാണരുത്. അപ്പം നമ്മൾക്കും മനസ്സിന് വിഷമം ഉള്ളവരാണ്, നിങ്ങളും മനസ്സിന് വിഷമമുള്ളവരാണ്. അപ്പൊ നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്, പരസ്പരം ഒരു ധാരണ ഉണ്ടാകും. അതൊക്കെ എന്റെ അഭിലാഷ് ഭയങ്കര വിഷമം. പക്ഷെ എന്റെ ഫ്രണ്ട് മാത്രമല്ല, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഞാൻ ഏതാ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പാടും. കാരണം ചെറിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും അപ്പൊ പാടൊക്കെ എനിക്ക് എങ്ങനെ വേണം, ഞാൻ എനിക്ക് എങ്ങനെ ചെയ്താ, അല്ലെങ്കിൽ whatever it is, like Avinash and like Avinash also like asked one nice friend, you know. So suddenly saying, and if you were saying for another makeup artist, that is not at all good, because there is lots of makeup artists, then you take that position makeup artist. But they were not taking, you were taking one parlor beautician changing. Then after that makeup too much poodle brush on my, and last time that is one of my most favorite actress. You know, my most favorite actress, and how they are spoiling their life when we are talking about for them to like good, because we see from our hand and our life starting. So they are just she called me Janu, can you come for like one small shoot for like, I said okay, I'll come.
Then I started from home. I went to pick up the season. It's just recently, 10-15 days back. So I pick up season. So suddenly what she's doing, like, that photographer don't have the light at this. So next day, so I said, okay, fine. Then the next day morning we went. So I saw some very local mascaras there. So I'm gonna get carded to a mascara. See mascara. Cheetah. All mascara. I don't think I can do it in life. Pinne local 100 rupees in the lashes kittum. So pattern ഇപ്പോൾ 2-3 ദിവസം not like 1 week. അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞ് വരണ്ട. At least you have to know, like, to whom you are calling. If you are artist and suddenly calling, and after that I'm suddenly saying, okay, I'm coming also. So after that, if you are doing the shoot in night with that one beautician Chechi, then after that, tell me that, like, the one Chechi is coming from Kodungal. Yeah. So tell me that Chechi is coming. Okay, fine. At least tell it true. Yes. Janu, tomorrow only will do. Today one Chechi is coming. Let her do the makeup. I don't have any problem. Why lying? അതാണ് നമ്മുടെ ഈ ചെറിയ ഇൻഡസ്ട്രിയാണ് കേരളം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഇൻഡസ്ട്രി വളരെ ചെറുതാണ്. എവിടെ ഒരു ഷൂട്ട് നടന്നാലും നമുക്കത് അറിയാൻ പറ്റും, ഇല്ലേ? നമുക്കത് അറിയാൻ പറ്റും. ഇന്ന് ആരാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്, ഇന്ന് ഷൂട്ട് നടന്നിരിക്കുന്ന ആരാണ് ക്യാമറമാൻ, അതാണ് മേക്കപ്പ്, ആരാണ് ആർട്ടിസ്റ്റ്, ഇതെല്ലാം നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കാണിക്കരുത്. അത് പുതിയ കുട്ടികൾക്ക് വരുന്ന ഒരു വലിയൊരു വീഴ്ചയാണ്. അത് കുറച്ചും കൂടി മെച്ചൂരിറ്റിയോടുകൂടി പ്രവർത്തിക്കണം ഈ ഫീൽഡിൽ. No, because when you are reaching in one superstar level, after that, if you are coming down and doing all those bullshit things, yes. And then if you are taking one makeup artist like one servant or assistant, that is really ridiculous. I think other ഭയങ്കര മോശം. അതെല്ലാം വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഫാമിലീസ് ഓക്കെ, we have lots of problems, we have lots of this is talking like okay makeup artist things, yeah. So now we are okay. Then അവിടെ ഒരു പാട്ട് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഒരു കുട്ടി പറഞ്ഞു ജാനു നന്നായിട്ട് പാടിക്കട്ടെ. ജാനു ഒരു പാട്ട് പാടിക്കാനോ? സ്വർണ്ണമുഖിലെ സ്വപ്നം കാണാറുണ്ടോ ചുരുക്കി ഉരുക്കി വസന്തരാത്രി സ്വപ്നം കാണാറുണ്ടോ. ഈ പാട്ട് ഞങ്ങള് തായ്ലാന്റിൽ പോയപ്പോ ഞാൻ ജാൻവിക്ക് പഠിപ്പിച്ചു കൊടുത്ത പാട്ടാണ്. വെളുപ്പിന് 3 മണിക്ക് ഞങ്ങൾ ചുറ്റിലെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഞങ്ങൾ പാടി പഠിച്ച പാട്ടാണ് സ്വർണ്ണമുഖിലെ. ജാനുവിനും മലയാള പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി ചിത്ര ചേച്ചിയുടെ പാട്ടുകൾക്ക് ജാനകിയമ്മ, ചിത്ര ചേച്ചി, പിന്നെ ലതിക ചേച്ചി, കാതോട് കാതോട് കാതോരം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ കാതോരെ കാതോരം തേഞ്ചോരുമാ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാനുവിന് ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലൊന്നും വെച്ചിരിക്കില്ല. ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഇഷ്ടമില്ല എന്ന് തന്നെ പറയും. സീരിയസ്ലി അത് ഭയങ്കര ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. ഈവൻ ഞാൻ പോലും അത് നല്ലതാണ്. ദെൻ അത് ശരിയായില്ല എന്ന് പറയാനുള്ള ഒരു റൈറ്റ്സ് ചില സംടൈംസിൽ ഞാൻ പോലും അത് ചെയ്യാൻ മടിക്കുന്ന ഒരാളാണ്. അതെനിക്ക് ജാനുവിൽ നിന്ന് കിട്ടിയ ഒരു ഒരു ഗുണപാഠമാണ്. നമുക്കൊരാളുടെ പ്രവൃത്തി ഇഷ്ടമായില്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് തന്നെ നമ്മൾ പറയണം. അല്ലാതെ അയാളെ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കരുത്.
അത് ജാനുവിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു പാഠമാണ്. കാരണം അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, ചിരി, ഫുൾ ടൈം ചിരിയാണ്. കാരണം ഇവിടെ ഇപ്പൊ പിള്ളേർ വിചാരിക്കുന്നുണ്ടാവും രഞ്ജുമ്മ എപ്പോഴും ഭയങ്കര ഗൗരവം പിടിച്ചാണ് ഇരിക്കുന്നത്. ജാനു വരുമ്പോ മാത്രമാണ് പൊട്ടിച്ചിരിക്കുന്നത്, ഭയങ്കര ലാഫിങ്, ചിരി, എൻജോയ്മെന്റ് ഒക്കെ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെ വേവ്ലെങ്ത് ഒന്നാണ്. കാരണം അവിടെ എന്താണ് പറയുന്നത് എന്നുള്ളത് ഉൾക്കൊള്ളാൻ എനിക്കറിയാം, ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ അവർക്കും അറിയാം. അപ്പം രണ്ടുപേരുടെ ആ പോസിറ്റീവ് തിങ്സുകൾ കൂടുമ്പോഴാണ് ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ചിലർ എനിക്കാണെങ്കിൽ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്, ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്, അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. എനിക്ക് എപ്പോഴും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണം, എല്ലാവരും ചേർന്നിരിക്കണം. രഞ്ജു ഭയങ്കര സൈലന്റ് പേഴ്സൺ കേട്ടോ. ഓൾറെഡി സ്റ്റോറി പറയുന്നത് രഞ്ജുമാക്ക് കുറിച്ച് എനിക്ക് പേടിയാണ്. ജാനുമ പാവം നല്ല പാവം അവന്റെ മോനെ ഈ മുഖത്തിലെ പോയിന്റ് കേട്ടോ. ജാനുവിന് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം. അവര് സെറ്റിൽ വെച്ചിട്ട് ഒരു പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു പുതിയ പയ്യനാണ്. ജാനുവിനോട് അപമര്യാദയായിട്ട് പെരുമാറി. ജാനു വിതിൻ സെക്കൻഡിൽ ആ ഷൂട്ടിംഗ് വരെ നിർത്തി വെച്ചിട്ട് അതിന്റെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷമാണ് ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഞാനാണെങ്കിൽ ഫോട്ടോ വിചാരിച്ചിട്ട് അങ്ങനെ വിടും, ഇവിടെ അടിച്ച് ശരിയാക്കി അവനെ. അപ്പൊ അത്രത്തോളം ഒരു എന്താ പറയാ, തെറ്റാണെങ്കിൽ തെറ്റാണ്, അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇവൻ ഞാനാണെങ്കിലും അത് അവിടെ പറയും. അത് പറയും. അല്ല, അതാ എനിക്ക് ഇഷ്ടം. എന്റെ ഒന്നും തെറ്റുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം. ജാനു ഇത് ചീത്ത അല്ല, ഇത് നല്ലല്ല, ഇത് ചീത്ത ആണ്, മുഖത്തിലെ രണ്ടാതി എനിക്ക് ഒന്നും കുഴപ്പമില്ല. കാരണം ഞാൻ ഹ്യൂമൻ ബീങ്, എനിക്ക് ഇവിടെ ബാഡ് സൈഡ് ഉണ്ടോ ഗുഡ് സൈഡ് ഉണ്ടോ, അതിൽ നമ്മൾ ഹ്യൂമൻ ബീങ്. സോ എല്ലാവർക്കും ഉണ്ടോ, എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ മുഖത്തിലെ പറയും. കാരണം എനിക്ക് ആ ഉള്ളിലേക്ക് കൊണ്ടുപോകും, അങ്ങനെ ഈ സ്വഭാവം എനിക്കില്ല. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാൻമയുടെ വീട്ടിൽ ചെന്നാൽ അമ്മ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ എങ്ങനെയാണ് ചെല്ലുന്നത് അതുപോലെയാണ്. 24 hours 365 ദിവസവും ജാനുവിന്റെ വീടും ഇന്റീരിയേഴ്സും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആ ഒരു കാര്യം ജാനിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത്. എന്നാ ചോദിക്കും രഞ്ജമ്മ നീറ്റ് അല്ല, ഞാൻ നീറ്റാണ്, പക്ഷെ ജാനുവിന്റെ അത്ര അല്ല, ഞാൻ കുറച്ച് കെയർലെസ് ആണ്. No baby, you know like I have one thing is I have dust allergy. എനിക്ക് അത് മെന്റൽ മെനിയാ. ഞാൻ വാഷിംഗ് മെഷീനിലെ ക്ലോത്ത് വാഷ് ചെയ്യില്ല. അത് ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ അനുവിന് ഇഷ്ടമല്ല, വാഷിംഗ് മെഷീൻ ഇഷ്ടമല്ല. എനിക്ക് ഫുൾ സോഡ, വാഷിംഗ് സോഡ ഫുൾ ചൂട് വെള്ളത്തിലേക്ക് കുടിക്കണം, ഫുൾ തുണിയായി കുടിക്കണം. പിന്നെ ഹോംലി ആയിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. തുണിയൊക്കെ അലക്കുന്നത് നമ്മൾ ആ കാരമില്ലേ, വാഷിംഗ് സോഡ ഒക്കെ വാങ്ങിച്ച് അതിനകത്ത് ഇട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് വലിയ പാറക്കകത്തിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ ഒക്കെ ബാത്റൂമിലെ വാഷിംഗ് ചെയ്യുന്ന പിറ്റേ ദിവസം അപ്പോൾ 1 hour കഴിഞ്ഞിട്ട് കംപ്ലൈന്റ് പറയും. ഇവരുടെ വാഷ്റൂമിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിലെ ആൾക്കാരുടെ കംപ്ലൈന്റ് വരും. അപ്പൊ ഇത്രയും നല്ല നീറ്റ് ക്ലീൻ ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് അക്സെപ്റ്റൻസ് സൊസൈറ്റിയിലെ?
നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് അക്സെപ്റ്റൻസ് സൊസൈറ്റിയുടെ ഒരു സൊസൈറ്റിയുടെ എക്സ്പ്രസ് കേരളത്തെ പോലെ ഹാപ്പിനെസ് എവിടെയോ അല്ല. നമ്മള് താങ്ക്സ് ടു അവർ ലൈക്ക് ഗവൺമെന്റ് ആൻഡ് ബേസിക്കലി സലീസ ടീച്ചർ, പിണറായി വിജയൻ സർ. ഞാൻ അതന്നെ പറയണേ, എന്റെ പപ്പ ഭയങ്കര ചിരിച്ച് ഞാൻ പറഞ്ഞ നമ്മളുടെ ആസാമിന്റെ സർക്കാരിന്റെ സുന്ദർ ചീഫ് മിനിസ്റ്റർ വന്നിട്ട് ഞാൻ പറഞ്ഞ പിണറായി വിജയൻ സാറിന്റെ കാല വാഷ് ചെയ്യുന്ന കുറച്ച് കുടിക്കണം വെള്ളം പറഞ്ഞു. സ്വന്തം അച്ഛനോട് പറയുകയാണ് ആസാമിലെ മന്ത്രി വന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാറിന്റെ കാല് കഴുകി വെള്ളം കുടിക്കണം. അത്രയും നല്ല പ്രവർത്തനങ്ങളാണ് ഇപ്പൊ ആസാമിലെ 100 പ്രോബ്ലം. But I really, it's എനിക്ക് റോമും പോലെ ഇതായി. I really thanks to our Kerala government, what people and മലയാളികൾ എത്ര എഡ്യൂക്കേറ്റഡ് ഉണ്ടോ അതിനു വേണ്ടി ഈ കേരളത്തെ ഒന്നും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും പ്രശ്നമില്ല. വേറെ രാജ്യത്തിലെ പോയിട്ടില്ല ഇതാണ് ഹിന്ദു അതാണ് മുസ്ലിം എന്താണ് അതിന് പറഞ്ഞ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് എത്ര ഇതാണ്ട് എത്ര വർക്ക് ചെയ്യുന്നത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഗവൺമെന്റ് എത്ര ഹെൽപ്പ് ചെയ്യുന്നത് എത്ര റെസ്പെക്ട് ഉണ്ടോ പുറത്തേക്ക് ആൾക്കാർക്ക്. താങ്ക്സ് ടു മലയാളീസ്. യെസ് ഓക്കെ. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്താണ്? അഡ്വൈസ് അല്ല, കാരണം എല്ലാവരും എന്റെ അനിയത്തി ചേച്ചിമാരി എല്ലാവരും കുഞ്ഞമ്മ നമ്മളുടെ എനിക്ക് എത്ര ഉള്ളൂ നമ്മളെ എത്ര സുന്ദരിയായിട്ട് പിന്നെ നമുക്ക് കുറച്ച് നമ്മളുടെ ഹാൻഡ് വർക്ക് ആർട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ആരുടെ കയ്യിലേക്ക് ഹാൻഡ് എംബ്രോയിഡറി അറിയും, ആരുടെ കയ്യില് ജ്വല്ലറി ഡിസൈൻ ഉണ്ടോ ഗിഫ്റ്റിന്റെ, അങ്ങനെ എല്ലാവരും ഓരോ ടൈം ഇടിച്ചിട്ട് നമുക്ക് ഒരു ചെടി ഇതാ ചെയ്തിട്ട് നമ്മൾ ജോലി ചെയ്യുന്നത് അത് നമ്മൾ പുറത്തൊക്കെ ആക്കണം. കാരണം we have to show the people nobody can judge one person by the sexuality. Men, women, transgender, whatever. You have to judge with talent. So എനിക്ക് എന്റെ സ്വപ്നമുണ്ട് എന്റെ കുട്ടികളുടെ നമ്മളുടെ കുട്ടികളിൽ ഒരു നല്ല സുന്ദരി കുട്ടിയായിട്ട് നല്ല ഡിസൈൻ നല്ല പൊസിഷനിൽ ഇരിച്ചിട്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാരുടെ മുമ്പേ സംസാരിക്കുന്ന ടൈമിൽ ആൾക്കാർ കണ്ണ് നോക്കിയിട്ട് സംസാരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. ഓക്കെ, ഞാനെന്റെ ആഗ്രഹം സ്വപ്നം സുഫലമാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. എന്റെയും ഡ്രീമാണ്. കാരണം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന സൊസൈറ്റി വിചാരിച്ചിരിക്കുന്നത് സെക്സ് വർക്കേഴ്സ് ആണെന്നും കൈനീട്ടി പൈസ വാങ്ങാൻ നടക്കുന്നവരാണെന്നും അവർക്കൊരു കാലിബർ ഇല്ല, ടാലന്റ് ഇല്ല, സ്കില്ലില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ വി ഹാവ് ലോട്ട്സ് ഓഫ് സ്കിൽ ആൻഡ് ടാലന്റ്. ബട്ട് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് വരും. അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഒരു മെയ്യോടെ ഒരു ശരീരത്തോടോ കൈകോർത്ത് ഞങ്ങൾ പിടിക്കുകയാണ്. ഞങ്ങൾ ഈ സമൂഹത്തിൽ ഞങ്ങൾക്കും ഒരിടമുണ്ട്. ഈ ഇടം ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞങ്ങളിവിടെ ജീവിക്കുമെന്നുള്ള അതിന് ഞങ്ങൾ എല്ലാവരും ഒരേ സ്ട്രെങ്തോട് കൂടി ഞാനും ജാനവും ദീപ്തിയും ഹരിണിയും അങ്ങനെ ഞങ്ങൾ അടങ്ങുന്ന എല്ലാവരും ഒരുമിച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. എല്ലാവരും എനിക്കൊരു കാര്യമുള്ളൂ, നമ്മളെ സിസ്റ്റർമാരി നമ്മളെ അനിയത്തിമാരി എല്ലാവർക്കും നമ്മളെ സ്നേഹം വന്നെങ്കിൽ ഹ്യൂമൻസ് നമ്മളെ ബേസിക്കലി ഹ്യൂമൻസ് നമ്മളെ ഇപ്പൊ സിദ്ധന്റെ വീട് വരെ ഹരിണിന്റെ വീട് വരെ ഞാൻ ആസാമിലെ രഞ്ജു കേരള. പക്ഷെ രഞ്ജുന്റെ ഞാൻ ആസാമിലെ ജനിച്ചു അങ്ങനത്തെ 10 വർഷമായിട്ടുള്ളൂ 12 വർഷം ആയിട്ടുള്ളൂ. പക്ഷെ നമ്മളുടെ സ്നേഹമല്ലേ ഈ സ്നേഹം ഈ റിലേഷന്റെ കത്തി വേണം. പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാർക്ക് വിചാരിക്കുന്നല്ലേ നമ്മൾക്ക് ട്രാൻസ്ജെൻഡേഴ്സുമാരി. കാരണം മീഡിയയിലെ ഒരു ടൈമിൽ വന്ന എല്ലാം ട്രാൻസ്ജെൻഡർമാരി പുരുഷ വയസ്സ് സ്ത്രീകൾ. ആ ടൈമിൽ ഞാൻ ഭയങ്കര ആയിട്ട് ഞാൻ പറഞ്ഞു അത് പറയണ്ട. കാരണം എല്ലാവരുടെ ഉണ്ടോ, എല്ലാം കമ്മ്യൂണിറ്റിയിലൊക്കെ ഗേൾസ് ഉണ്ടെങ്കിൽ ബോയ്സ് ഉണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാം സൈഡിലും ഉണ്ടോ. ചിലപ്പോ വീട്ടിലെ ഉള്ളിലേക്ക് ചിലപ്പോ. സോ എനിക്ക് അതിനു വേണ്ടി ഞാൻ ഇപ്പൊ രഞ്ജിത്ത് സർപ്രൈസ് ചെയ്ത് പറയുന്നത് ഞാൻ ഒരു റിസർച്ച് ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ വേണ്ടി നമ്മളുടെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി. കാരണം ആൾക്കാർക്ക് കുറെ ക്വസ്റ്റ്യൻ ഉണ്ട് ഇത് അങ്ങനെയാണ്. സോ അതാ നമ്മള് ഇത് ചെയ്യുന്ന ടൈമില് പിന്നെ ഞാനത് പറയും. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ എല്ലാവരും എനിക്ക് പാടാന് രഞ്ജിമതി കല്യാണത്തിന്റെ കാര്യം. ഇപ്പൊ രഞ്ജിമതി കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് അയക്കാൻ പറ്റും. പക്ഷെ എനിക്ക് റോഡ് ക്ലോസ് അല്ലേ. എല്ലാവരും പ്ലീസ് മെസ്സേജ് ചോദിക്കും ഇപ്പൊ കല്യാണം എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എവരി ഹ്യൂമൻസിന്റെ സ്വപ്നം തന്നെയാണ് ഒരു കല്യാണം.
അത് ഒരു പക്ഷേ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അത് വേണ്ട എന്ന് വെച്ചത് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കുറേ ദൗത്യങ്ങളുണ്ട് ഞാൻ. ബിക്കോസ് അത് ഞാനത് സക്സസ് ആകാതെ അത് ഫില്ല് ചെയ്യാതെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കമ്മ്യൂണിറ്റിയോട് കുട്ടികളോട് ചെയ്യുന്ന ഒരു വിശ്വാസവഞ്ചനയായിരിക്കും. അപ്പം എനിക്കത് അവരെ എല്ലാവരും ഒന്ന് സെറ്റിലാക്കണം. ഈവൻ കുറച്ച് പേരെങ്കിലും നമുക്ക് സമൂഹത്തെ മുഴുവൻ നന്നാക്കാൻ പറ്റില്ല, കുറച്ച് പേരെങ്കിലും നമുക്ക് വളർത്താൻ പറ്റും. അപ്പം അങ്ങനെ കുറച്ച് പേരെങ്കിലും എനിക്ക് ഇതിനകത്തൊന്ന് രക്ഷപ്പെടുത്തി അവർക്കൊരു നല്ലൊരു പൊസിഷൻ ലെവൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. ഇതിനിടയിൽ പ്രണയത്തിനോ കല്യാണത്തിനോ ഒന്നും സമയമില്ല. പിന്നെ ഒരുപാട് ആലോചനകളും പ്രണയ വാഗ്ദാനങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാനിതൊന്നും കാര്യമാക്കുന്നു. ബിക്കോസ് ക്യൂരിയോസിറ്റി നിന്ന് വരുന്നതാണ് ഇതെല്ലാം. നിങ്ങളുടെ ക്യൂരിയോസിറ്റി അവിടെ തന്നെ നിൽക്കട്ടെ, ഞങ്ങളുടെ ക്യൂരിയോസിറ്റി ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു. എനിക്ക് ആഗ്രഹം ചോദിക്കില്ലേ? നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട്, എനിക്കറിയാം. നിനക്ക് ഫുള്ള് രേഖ ഇടുന്ന പോലെ ഫുൾ ജ്വല്ലറി ഇട്ട് നല്ല അല്ല എനിക്ക് ജ്വല്ലറി ഇടാം. പക്ഷെ എനിക്ക് പയ്യന് വന്നില്ലേ, ആ പയ്യന് എനിക്ക് ഓരോ മാസത്തിൽ ഓരോ ഗോൾഡ് നെക്ലസ് കൊടുക്കണം. കല്യാണം കഴിക്കുന്ന പയ്യൻ ഓരോ മാസം ഓരോ നെക്ലസ് ഇത് കൊടുത്തില്ലെങ്കിൽ ഡിവോഴ്സ് ഖത്തം. ഓക്കെ, നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാം. വീട്ടില് എനിക്ക് കാരണം എന്റെ ഫ്ലാറ്റ് അല്ലേ, പിന്നെ വീട്ടില് നമുക്ക് പ്ലേസ് ഉണ്ട് അല്ലേ? എനിക്കും അതാണ് ഇഷ്ടം. എനിക്ക് അതുകൊണ്ടാണ് ഫ്ലാറ്റ് ഇഷ്ടമല്ലാത്തത്. പിന്നെ വീടാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം, അങ്ങനെയൊക്കെ. മറ്റു ഫുൾ ടൈം ഉള്ളിൽ തന്നെ. I love your Jeep. Yeah. And the BM also. It's very good. I love my car, Jeep, because black lady. Good and maintenance. That's what's a good house. Because my house, the flat downside full dust. So always like I have to go downside and wash the cleaning and all. And outside people are not allowed in. Yeah. No, could be backside. All greenery. That's why I can't leave it here, baby. I know. House always because you have people, no? Yeah. Alone it's a bit difficult in house. പിള്ളേരെല്ലാരും എപ്പോഴും വരുന്നതല്ലേ, അപ്പൊ എല്ലാവർക്കും. Yeah, Ranju, what is the flower name? മുല്ല, ജാസ്മിൻ. Oh, this is the mulla. The Assam, it is how flowers there. My house, but I don't know what is that called. Okay. I'll go inside and the food. ഞാൻ നമ്പർ 1 നാട്ടക്കാരി അല്ലേ? ഞാൻ നമ്പർ 1 നാട്ടക്കാരി. ബിഗ് നാടകമാണ്, ഡ്രാമകൾ. ഒരു വിനയായി വന്നു ഞാൻ. പക്ഷെ ബെക്കം ചെയ്തിട്ട് ഏതാ ഷാമ്പു യൂസ് ചെയ്ത കുട്ടി? മുടി പടഞ്ഞു പോയി. മരുകിളിയെത്തും പാദമോ പടഞ്ഞു
എൻ്റെ അയ്യോ എൻ്റെ ഇതിന് മുമ്പ് വരെ ഇത് തീർക്കാൻ. After surgery, hair will full grow.